കേരള സമൂഹത്തിൽ എന്ത് വഷളത്തരവും എന്ത് അശ്ലീലവും പറയാനുള്ള ഒരു ലൈസൻസ് ബോബി ചെമ്മണ്ണൂർ നമ്മൾ നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപരാധം. സ്റ്റേജ് വെച്ചിട്ട് ഇയാള് എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ ഒരു മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടറാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് വളരെ വലിയ അശ്ലീലം വിളിച്ചു പറയുമ്പോൾ കൈയടിക്കുകയാണ് ആളുകൾ. ബോബി ചെമ്മണ്ണൂരിനെ പിന്തുടരുന്ന മുഴുവൻ ആളുകളും കേരളത്തിലെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവരത്രയധികം ഇത് ആസ്വദിക്കുന്നുണ്ട്. ഹണി റോസിന്റെ ശരീരം പോലെ കേരള സമൂഹത്തിലെ സകല ഈ പറയുന്ന റേപ്പ് ജോക്കുകൾ ആസ്വദിക്കുന്ന സകല മനുഷ്യരും കീറി മുറിച്ച മറ്റൊരു ശരീരമുണ്ടോ? ഈ ബോച്ചയെന്നല്ല, ഇതുപോലെ അശ്ലീലം വിളിച്ചു പറയുന്ന എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെടണം. കൃത്യമായ നിയമ നടപടികൾ നേരിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആർമിയും മാധ്യമങ്ങളും. ഒരു അശ്ലീലം നടന്ന ദിവസമാണിന്ന്. ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ ലൈംഗികമായി അവഹേളിക്കപ്പെടുന്ന ദൃശ്യം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ചർച്ചയ്ക്കിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന പണത്തിൻ്റെ ഹുങ്കിൻ്റെ പുറത്ത് എന്ത് വഷളത്തരവും പറയാമെന്ന ധൈര്യമുള്ളൊരു മനുഷ്യൻ അയാളുടെ ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ ഹണി റോസ് എന്ന സിനിമാ താരത്തോട് പെരുമാറിയത് കണ്ട് ഞെട്ടിയാണ് നമ്മൾ ഈ ചർച്ചയ്ക്കിരിക്കുന്നത്. റിസ്വാൻ, കണ്ണൂരിലെ ആലക്കോടാണ് ഈ സംഭവം നടക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് എത്തിയതാണ് ഹണി റോസ്. ഹണി റോസിനോട് വളരെ മോശമായി പെരുമാറുന്നു. ഹണി റോസിനൊരു മാല അണിയിക്കുന്നു. മാല അണിയിച്ചതിന് ശേഷം ആ ഹണി റോസിൻ്റെ കൈ പിടിച്ച് ഹണി റോസിനെ ചുറ്റും കറക്കുന്നു. അത് ഹണി റോസിനെ പൂർണ്ണമായും കാണാൻ വേണ്ടി ആണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഭാഷയിലൊന്നും അല്ല കേട്ടോ, ഈ മര്യാദയിലോ ഈ മാന്യതയിലോ ഒന്നും അല്ല അയാൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് കേട്ട് വളരെ അൺകംഫർട്ടബിളായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. ഒരു പുരുഷാരം മുഴുവൻ നോക്കി നിൽക്കുന്നു. ഈ പുരുഷന്മാരെല്ലാവരും നോക്കി നിൽക്കുന്നു, ചിരിക്കുന്നു, കമൻറ്റുകൾ പറയുന്നു, പല ശബ്ദങ്ങളും നമുക്ക് അതിനിടയിൽ കേട്ടുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ വിഷ്വൽ കാണുന്നത്. ഇത് ബോബി ചെമ്മണ്ണൂർ ആദ്യമായി ചെയ്യുന്നതല്ല. ബോബി ചെമ്മണ്ണൂർ ഇത്രയും കാലവും ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഈ വഷളത്തരത്തിലൂടെ സ്വയം മാർക്കറ്റ് ചെയ്യുന്ന ഒരു തന്ത്രം ഇയാൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം, മണ്ടത്തരം മാത്രം പറയുന്ന ഒരാളല്ല ബോബി ചെമ്മണ്ണൂർ. അങ്ങനെ ഒരു തരത്തിൽ ഇയാളെ തള്ളിക്കളയാനുള്ളൊരു തോന്നൽ ഒരു പക്ഷേ കുറച്ചുകൂടി സെൻസിബിളായി ചിന്തിക്കുന്ന മനുഷ്യർ ഇയാളെ ചർച്ച ചെയ്യേണ്ടതില്ല. ഇയാളെ ചർച്ച ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ലഭിക്കാനില്ല. ഇയാളെ ചർച്ച ചെയ്യുന്ന സമയം ഇയാൾക്ക് കൂടി വിസിബിലിറ്റി കൊടുക്കാൻ നമ്മൾ മാറ്റിവെക്കുന്നു എന്ന തരത്തിൽ വളരെ വിവേകപൂർണ്ണമായി ഇയാളെ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരുപാട് പേർ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതേ സമയത്ത് അതെല്ലാം ഇയാളെ തിരിച്ച് ഇയാൾ തന്നെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടു. പക്ഷേ നമുക്കൊരു ചർച്ചയിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം കണ്ടെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് 2 ഉദാഹരണങ്ങൾ എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഒന്ന്, ഇയാളൊരു ചായക്കടയിൽ പോയിട്ട് അവിടുത്തെ ചായക്കടയിലെ ചേട്ടനോട് സംസാരിക്കുന്ന അതായത് പഴംപൊരി എടുത്തുകൊണ്ട് ഇത് ചേട്ടൻ്റെ പഴംപൊരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ വളരെ അശ്ലീലം നിറഞ്ഞ വളരെ മോശമായ തരത്തിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ അയാളുടെ മകളാവാൻ പോലും പ്രായമില്ലാത്തൊരു പെൺകുട്ടിയെ അതെ ഒരു ബൈക്കിന്റെ പുറകിൽ ഇരുത്തിയിട്ട് അയാൾ പറയാണ്, ഞങ്ങളിപ്പോൾ 2 പേരാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 3 പേരുണ്ടാവും എന്നൊക്കെ പറയുന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രം. ഇനി ഒരുപാടുണ്ട്, പക്ഷെ അതിൽ അയാൾ ഉപയോഗിച്ച വേർഡുകളൊന്നും നമുക്ക് പൊതുമധ്യത്തിൽ പറയാൻ സാധിക്കാത്തത് ആയതുകൊണ്ട് തന്നെ അതൊന്നും ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ അത്തരത്തിൽ ഈ പറയുന്ന കേരള സമൂഹത്തിൽ എന്ത് വഷളത്തരവും എന്ത് അശ്ലീലവും പറയാനുള്ള ഒരു ലൈസൻസ് ബോബി ചെമ്മണ്ണൂർ നമ്മൾ നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപരാധം. അതായത് ഇവിടുത്തെ മാധ്യമങ്ങൾ കൂടി അതിന് വലിയ റോൾ വഹിച്ചിട്ടുണ്ട്, അയാൾക്ക് ഇത്രയും സ്പേസ് കൊടുക്കുന്നതിൽ. ഇത് പറഞ്ഞതിനകത്ത് ഇപ്പോൾ ജിഷ്ണു പറഞ്ഞതിനകത്ത് തന്നെ 1-2 പോയിന്റുകൾ. അതായത് ഒന്ന്, ഇയാൾ വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് റേപ്പ് ജോക്കുകളൊക്കെ വളരെ വലുതായിട്ട് ആസ്വദിക്കുന്നത്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പല പോസ്റ്റുകളുടെയും അടിയിൽ വരുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഹണി റോസിന്റെ വിഷയത്തിന്റെ അടിയിൽ വരുന്ന ഓരോ വാർത്തകൾക്കടിയിൽ വരുന്ന പോസ്റ്റ് കമന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. റേപ്പ് ജോക്കുകൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന, അതിന് കൈയടിക്കുന്ന ആളുകളുള്ളൊരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. വളരെ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. ആ സമൂഹത്തിലെ ഈ പറയുന്ന സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയൊരു മോബാണ്. അത് ആ മോബിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മൊത്തം ഇയാൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജിഷ്ണു പറഞ്ഞതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വിവേകപൂർവ്വമായിട്ട് ഇയാൾക്ക് സ്പേസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റി തന്നല്ലോ, അത് വളരെ വലിയ അവിവേകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇയാൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നിടത്താണ് മറ്റൊരു പ്രശ്നം. ബാക്കിയുള്ള നമ്മൾ സകല രാഷ്ട്രീയക്കാരെയായാലും സിനിമാ താരങ്ങളെ ആയാലും മറ്റു എല്ലാവരെയും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തും ബോബി ചെമ്മണ്ണൂർക്ക് എന്ത് തോന്നിയ വാസവും വിളിച്ച് പറയാൻ, ഏത് പൊതുമധ്യത്തിൽ വന്ന് ഏത് സ്ത്രീയുടെ മുഖത്ത് നോക്കിയും
എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഇയാളെ പറഞ്ഞു വിട്ടതിൽ ഈ പറയുന്ന ഇയാളെ ഓഡിറ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് വിചാരിക്കുന്ന ഒരു തോന്നലിന്റെ പുറത്താണ് ഇയാൾ ഇത്രയും വലിയൊരു മാർക്കറ്റ്, അല്ലെങ്കിൽ ഇയാൾ സത്യത്തിൽ അതൊരു ഭയങ്കര വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കണ്ടുകൊണ്ട് അതിനങ്ങ് പൂണ്ട് വിളയാടുകയാണ്. ഈ പറയുന്ന കണ്ണൂർ നടന്ന സംഭവത്തിൽ, ഹണി റോസിന്റെ സംഭവത്തിൽ നടന്ന സ്റ്റേജ് വെച്ചിട്ട് ഇയാള്, എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ ഒരു മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടറാണ് ഓർമ്മ വരുന്നതും പറഞ്ഞ് വളരെ വലിയ അശ്ലീലം വിളിച്ചു പറയുമ്പോൾ കൈയടിക്കുകയാണ്, ആളുകൾ ചിരിക്കുന്നു, കൈയടിക്കുന്നു, അതേ അതേ എന്ന് പറയുന്ന ഹർഷാരവങ്ങൾ വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർക്ക് വീണ്ടും ഈ ബോച്ച ആർമികളുടെ കൈയടി കേൾക്കുമ്പോൾ ബോച്ച വീണ്ടും വീണ്ടും ഓരോരോ ഇതുപോലുള്ള വഷളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ജിഷ്ണു, എനിക്ക് മറ്റൊരു കാര്യം തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഈ ബോച്ച ആർമി എന്ന് പറയുന്നത് ഇപ്പോൾ പല ഈ ബോച്ചനെ വിമർശിച്ചുകൊണ്ട്, ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന ഓരോ വീഡിയോകൾക്കടിയിലും ഈ പറയുന്ന ഒരു വെട്ടുകിളിക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നേരത്തെ ജിഷ്ണുവും പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിയിലൊക്കെ ഒരുപാട് അങ്ങനത്തെ കമന്റുകൾ, വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. അതായത് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോച്ചയുടെ ഇത്തരം കമന്റുകളെ കുറിച്ച് ചെയ്ത വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു. ഒരുപാട് പേരത് കണ്ടു, ഒരുപാട് പേര് അതിനകത്ത് വളരെ പ്രൊഡക്റ്റീവായ കമൻറ്റുകളും റെസ്പോൺസുകളും ഒക്കെ തന്നിട്ടുണ്ട്. അതേസമയത്ത് വലിയ രീതിയിൽ തെറിവിളിക്കുന്ന ഒരു സംഘം ആളുകൾ അതിനകത്തേക്ക് ഇടിച്ചു കയറിയിരുന്നു എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും മാസമായി ആ വീഡിയോ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ മോണിറ്റൈസേഷൻ ക്യാൻസൽ ചെയ്യുന്ന തരത്തിലേക്ക് ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഒക്കെ മാറ്റുന്ന തരത്തിലേക്ക് മാസ് റിപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് വന്നത്. ആ തരത്തിലാണ് ഈ ആർമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഫാൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇത്തിരി കടത്തി പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസായി കേരളത്തിലുള്ള മുഴുവൻ ആളുകളും, ബോബി ചെമ്മണ്ണൂരിനെ പിന്തുടരുന്ന മുഴുവൻ ആളുകളും കേരളത്തിലെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവരത്രയധികം ഇത് ആസ്വദിക്കുന്നുണ്ട്. റേപ്പ് ജോക്കുകൾ, സെക്സ് ജോക്കുകൾ അത്രയധികം ആസ്വദിക്കുന്ന, അതായത് ഈ കൂട്ടത്തിന് മുന്നിൽ വെച്ച്, ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് കേരളത്തിൽ ഇത്രയും സെലിബ്രേറ്റഡ് ആയ ഒരു നായിക അല്ലെങ്കിൽ നായിക കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു ആക്ട്രസിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള ധൈര്യം അയാൾക്കുണ്ടെങ്കിൽ, അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ പൊസിഷനിലേക്ക് ഒരു നടിയെ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവർ നാളെ റേപ്പ് ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ മനുഷ്യർ നാളെ റേപ്പ് ചെയ്താലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിൽ ഭയപ്പെടേണ്ട, ആ രീതിയിൽ വാണിംഗ് നൽകേണ്ട ഒരു കൂട്ടം പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഫാൻസിന് സ്പേസ് കൊടുക്കുകയും ആ ഫാൻസിനെ വളർത്തുകയും ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. അതായത് മാധ്യമങ്ങൾ ഇയാൾക്ക് നൽകുന്ന സ്പേസ്, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും, അതായത് ഈ പറയുന്ന ഈ മസാല ഐറ്റംസ് കാണിക്കുന്ന യൂട്യൂബ് ചാനലുകളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പല ഇപ്പോൾ ഓട്ടോമൊബൈൽ റിവ്യൂ ചാനലുകളാണെങ്കിൽ പോലും അങ്ങനെ പല ചാനലുകൾ, ഈ ചാനലുകളെല്ലാം ബോച്ചയ്ക്ക് സ്പേസ് കൊടുക്കാൻ, ബോച്ചയുടെ ഒരു ഇന്റർവ്യൂ എടുത്താൽ നമ്മുടെ വ്യൂസ് കൂടുമെന്നുള്ള അവര് ഉപയോഗിക്കുന്നതും ഇയാളുടെ റേപ്പ് ജോക്കുകളെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഓരോ ഈ പറയുന്ന പ്രമുഖ ഓൺലൈൻ മാധ്യമം, വളരെ അത് മില്യൺ കണക്കിന് റീച്ചുകളുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക്. ഇപ്പൊ ഞാനിപ്പോ ഈ കണ്ണൂർ സംഭവത്തിന്റെ വാർത്തകൾ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ബോച്ചന്റെ ഈ ഡയലോഗിനെ, അതായത് ഞെട്ടി ഹണി റോസ്, കൈയടിച്ച ആരാധകർ, അത് ഇതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും. അപ്പോൾ ഈ പറയുന്ന ഇതിനെ നോർമലൈസ് ചെയ്യപ്പെടുന്നതിലൂടെ വരുന്ന ഒരു വലിയൊരു അപകടമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ കുട്ടികൾ ഇന്ന് ഇക്കാലത്ത് സോഷ്യൽ മീഡിയ കാണുന്നത് എല്ലാ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ ഇവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ റേപ്പ് ജോക്കുകൾ പൊതുമധ്യത്തിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ ഇവരെല്ലാം വിചാരിക്കും കുട്ടികളുടെ മനസ്സിൽ വരുന്നത് ഇത് എനിക്കും പറയാം, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രവൃത്തികൾ എനിക്കും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു തോന്നലാണ് വരുന്നത്. നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിന്, ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന തരത്തിലാണ് ഈ ബോച്ചയുടെ ഓരോ പ്രവൃത്തികളും വരുന്നത്. പിന്നെ അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ഹണി റോസിന്റെ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ. ഹണി റോസിന്റെ മാത്രമല്ല, ഈ നേരത്തെ ജിഷ്ണു ചൂണ്ടിക്കാട്ടിയ പല വീഡിയോകളിലും ഈ പറയുന്ന ഇരകളാക്കപ്പെട്ടവരുണ്ടല്ലോ, ഈ ലൈംഗിക, എനിക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ലൈംഗിക അതിക്രമം തന്നെയാണ്. ലൈംഗിക അതിക്രമത്തിന് ഇരകളായി നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ജിഷ്ണു നോക്കി? തീർച്ചയായിട്ടും, അതായത് കേരള സമൂഹത്തിൽ ഇന്ന് ഹണി റോസിനെ പോലെ സെക്ഷൽ ഹാരസ്മെന്റ് അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ത്രീ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹണി റോസിൻ്റെ ശരീരം പോലെ കേരള സമൂഹത്തിലെ സകല ഈ പറയുന്ന റേപ്പ് ജോക്കുകൾ ആസ്വദിക്കുന്ന സകല മനുഷ്യരും കീറി മുറിച്ച മറ്റൊരു ശരീരമുണ്ടോ? ഇത്രയും നീചമായി, ഇത്രയും ക്രൂരമായി ഒരു ശരീരത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ സംസാരിക്കുന്നത്? ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്
അവരെ അവഹേളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം. നമ്മൾ മുളച്ചു പൊന്തിയ യൂട്യൂബ് ചാനലുകളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ചാനലുകളുടെ എല്ലാം ക്യാമറ ആംഗിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അമല പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടോ. അതായത് ആ വസ്ത്രം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അത് ഷൂട്ട് ചെയ്ത ആംഗിൾ മോശമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ക്യാമറകൾ മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ക്യാമറകൾ മുഴുവൻ ഈ ശരീരങ്ങളെ മുഴുവൻ കീറി മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളുടെ സംഘത്തിൽ ഏജ് ബാറില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ റേപ്പ് ജോക്ക് ആസ്വദിക്കുന്ന മുഴുവൻ ആളുകളും അതിനകത്തുണ്ട്. നമ്മൾ മില്ലിനിയൽ ജനറേഷൻ എന്നോ അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന തലമുറ കുറച്ചുകൂടി മുന്നോട്ട് വന്നു, കുറച്ചുകൂടി പുരോഗമനപരമായി കാര്യങ്ങളെ കാണുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ തലമുറയിൽപ്പെട്ട വലിയൊരു ഓഡിയൻസ് ബോച്ചയ്ക്കുണ്ട്. ബോച്ചയ്ക്ക് അത് ആ വലിയ ഫാൻസ് തന്നെയുണ്ട്. ഒരു നിയന്ത്രണവും ഇല്ലാതെ എന്തും കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മസാല ചാനലുകളായി ഇത് മാറുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ അപകടം. ഓരോ സ്ത്രീയും ഈ പറഞ്ഞതുപോലെ റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്യാമറ ലെൻസുകളിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഇയാൾക്ക് ഈ ലൈസൻസ് എല്ലാം കൊടുക്കുന്നത് ഒരു സൈഡിൽ ഇയാൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരുവപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു ബോച്ചെ ആർമി എന്ന് പറയുന്ന ഒരു ആർമി, ഒരു സംഘവും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളായിട്ടുള്ള സംഘവും, അതേസമയം ഇയാളുടെ പണത്തിന്റെ മേലുള്ള ഹുങ്കുണ്ടല്ലോ, ആ പണത്തിന്റെ മേലുള്ള ഹുങ്കിൽ നിന്നുകൊണ്ടാണ് ഇന്നും പലപ്പോഴും ഇയാൾ മുൻപ് പറഞ്ഞപ്പോഴെല്ലാം ഉള്ള ഏതൊക്കെ എടുത്ത് പരിശോധിച്ചാലും അന്നെല്ലാം ഇയാളുടെ പണത്തിന്റെ ഹുങ്കിനെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. ഇയാൾക്ക് ആരോടും എന്തും എങ്ങനെയും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു പറയാമെന്ന് പറയുന്നത് ഇയാൾ ഈ പറയുന്ന ഈ സപ്പോർട്ട് ചെയ്യുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇയാൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്താ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിൽ എന്തും ഇയാൾക്ക് വിളിച്ചു പറയുന്നത്. അങ്ങനെയൊന്നും ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇയാൾ ഓഡിറ്റ് ചെയ്യപ്പെടണം, ഇയാൾ കൃത്യമായിട്ട് ഇയാളുടെ നാവിന് ലൈസൻസ് അല്ലെങ്കിൽ ഇടുക തന്നെ ചെയ്യണം. കൃത്യമായി പറഞ്ഞെങ്കിൽ ഇതൊക്കെ കേസ് എടുക്കാനുള്ള വകുപ്പാണെന്ന്. അതായത് അത്രത്തോളം വലിയ അശ്ലീലമല്ല ഒരു നടിയെക്കുറിച്ച് പൊതുസഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ ഇയാൾ ലൈവിൽ വന്ന് അബദ്ധത്തിലൊന്നും അല്ല പറയുന്നത്, എല്ലാ കാര്യങ്ങളെയും ഇയാൾ റെക്കോർഡ് ചെയ്ത് വീണ്ടും ഇട്ട് ഇങ്ങനെ, അതായത് ഇയാൾക്കറിയാം എന്ത് പോയിന്റാണ് ഇയാൾ ഇവിടെ പറയേണ്ടത്, അത് എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് ഇയാൾ കൃത്യമായ ധാരണ ഇയാൾക്കുണ്ട്. അതുകൊണ്ട് ഇയാളുടെ കാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വയനാട് മുണ്ടക്കൈയിലൊക്കെ കൃത്യമായിട്ട് ഇയാൾ ഇടപെടൽ അല്ലെങ്കിൽ ഇയാൾ സംഭാവനകൾ നൽകുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടിലും ഇയാൾക്ക് വിറ്റുപോകുന്ന ഇതാണെന്ന് ഇയാൾക്ക് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇയാള് ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നിർത്താനുള്ളത്, ഈ ബോച്ചയെന്നല്ല, ഇതുപോലെ അശ്ലീലം വിളിച്ചു പറയുന്ന എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെടണം, കൃത്യമായ നിയമ നടപടികൾ നേരിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആർമിയും മാധ്യമങ്ങളും.